എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ലേക്ക് സിറ്റി ഉദയ്പൂരിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉദയ്പൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അതെ, ഞങ്ങളങ്ങനെ ഫൈനലി ഫിക്സ് ചെയ്ത് ഇന്ന് തന്നെ പോകാമെന്ന് വെച്ചു. അതെ, നേരത്തെ രാവിലെ എണീറ്റ് റെഡിയായി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോടെ കഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഹോസ്റ്റലിലെ റൂഫ് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഇത് മൊത്തം ഉദയ്പൂർ ടൗണായി കാണുന്നത്. അപ്പോൾ അതാണ് ലേക്ക് പിച്ചോള. അപ്പോൾ ഇവിടെ കാണുന്ന ജഗ്നവാസ് പാലസൊക്കെ. അപ്പോൾ ആ സൈഡിൽ ഉദയ്പൂരിൻ്റെ ന്യൂ സിറ്റിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് ഓൾഡ് സിറ്റി. അതെ, ആ ബ്രിഡ്ജ് കണ്ടോ? ആ ബ്രിഡ്ജിൻ്റെ അടുത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. രാവിലെ ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഉണ്ട്. തത്തയിരിക്കുന്നു, പ്രാവ്. ഇവിടുത്തെ റൂഫ് ടോപ്പിലൊക്കെ വൈകുന്നേരം പ്രോഗ്രാമുകളുണ്ട്, മ്യൂസിക്കും ചെറിയ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആലു പൊറോട്ട ആയിരുന്നു. എൻ്റെ ആലു പൊറോട്ട വന്നു. പൊന്നു ബ്രെഡ് ടോസ്റ്റാണ്, അത് വന്നില്ല. അതുപോലെ എൻ്റെ ബ്രെഡും ജാമും മുട്ട പിടിക്കാൻ വന്നത് 2-3 ദിവസമായി മുട്ട വേണമെന്ന് പറഞ്ഞാൽ. അതിനെന്നറിയോ, ലൈറ്റ് ഫുഡാണ് നല്ലത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മസാലകളൊന്നും പറ്റിയല്ല. കുറേ ആയിരുന്നു നമ്മൾ രാജസ്ഥാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞാൽ വയറിന് നല്ലതാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യേണ്ടതും കൂടെ പ്രത്യേകിച്ച്. അതെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതെ, ഇനിയിപ്പോൾ പോയി നമുക്ക് വെക്കേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ടായിട്ട് സാധനമൊക്കെ എടുത്തോണ്ട് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. അതെ, ഞങ്ങളൊരു 2 മണിക്കൂർ ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നു. അതെ, എല്ലാവരും റൂംമേറ്റ്സ് എല്ലാം ഇറങ്ങി വന്നു. അതെ, അപ്പോൾ എല്ലാവരും സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ലായിരുന്നല്ലേ, ഭയങ്കര ഫണ്ണായിരുന്നു. അതെ, ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, മെമ്മറീസ്. പിന്നെ നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് നടന്നു പോവാം. അതെ, വണ്ടി 8 മണി വരെ നമ്മൾ ഇന്നലെ പാർക്കിങ്ങിൻ്റെ ഫീസ് കൊടുത്തത്. അങ്ങനെ നമ്മളിതേ തിരിച്ച് വണ്ടി എടുത്തു വന്നു. പോകുന്ന വഴി ഒരു പോസ്റ്റ് ഓഫീസിൽ നിർത്തണം. എന്തിനാ? ഞാനിവിടുന്ന് ലെറ്റർ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ലെറ്ററൊക്കെ മേടിച്ച് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറേ പൊന്നെ നടന്നു പോയി. ഞാനുള്ള റാപ്പിഡോ വിളിച്ച് പോയി, പിന്നെ ഞാൻ നടന്നു പോയി. പക്ഷെ കിട്ടിയില്ല. വൈകുന്നേരം പോയതുകൊണ്ട് 5 മണിയായപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് എന്തായാലും അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഉദയ്പൂരിനോട് വിട പറയുകയാണ്. സിറ്റി വാൾ ഉദയ്പൂർ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ്. ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓ, സങ്കടം വരുന്നു. അവസാനമായി ലേക്ക് പിച്ചോളൻ ഒരു നോക്ക് കണ്ടു. അതെ, ഇത്രയും ദിവസം ആ സൈഡിലായിരുന്നു. അതെ, ഇത്രയും ദിവസത്തെ സൺറൈസും സൺസെറ്റും ഒക്കെ ലേക്ക് പിച്ചോളയിലായിരുന്നു. അതെ, ഇപ്പം നമ്മൾ മൊത്തത്തിലൊരു 8 ദിവസം നിന്നു ഉദയ്പൂര്. അതെ, 8ാമത്തെ ദിവസമാണ് പോകുന്നത്. അതെ, 7 ദിവസം മൊത്തത്തിൽ കംപ്ലീറ്റ്ലി നിന്നു. ഇന്ന് നമ്മുടെ യാത്രയുടെ 19ാം ദിവസമാണ്. അതെ, അതിൽ 8 ദിവസം നമ്മൾ ഉദയ്പൂർ തന്നെ നിന്നു. ജയ്പൂരായിരുന്നു നമ്മൾ 4-5 ദിവസം എന്നുള്ളല്ലേ? ജയ്പൂരൊക്കെ ഒരു 4-5 ദിവസം നിന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സ്റ്റേ ചെയ്ത് ഉദയ്പൂരാണ്. ഇപ്പം നമ്മൾ ഉദയ്പൂർ ന്യൂ സിറ്റി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് അവിടെ 4 മണിക്ക് ക്ലോസ് ആവും. അപ്പോൾ അവിടെ 4 മണിയായപ്പോൾ ഞാൻ വന്നത്, ക്ലോസ് ആയി. എന്നിട്ട് അപ്പുറം വേറെ എണ്ണമുണ്ട്, അത് നൈറ്റ് പോസ്റ്റ് ഓഫീസാണ്, 7 മണി വരെ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയി, നടന്നു പോയി. 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അപ്പുറേ. കഴിഞ്ഞ ദിവസം ഒരാൾ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഇറങ്ങി പോയിട്ട് കുറേ കഴിഞ്ഞ് വന്ന്. വരുന്നുണ്ടോ പോസ്റ്റ് ഓഫീസ് കാണാൻ? ഇല്ലില്ല, പോയി പോസ്റ്റ് ചെയ്തിട്ടാ. ഓക്കെ, ഞാൻ പോയി പോസ്റ്റ് ചെയ്തിട്ട് തരാം. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഓഫീസ്. ഇവിടെ കുറച്ച് തിരക്കുണ്ട്, ഉച്ച ടൈമാണ്. അപ്പോൾ കുറേ പേരൊക്കെ ലഞ്ച് ബ്രേക്കിന് പോയേക്കുക. അപ്പോൾ നമ്മൾ ലെറ്ററൊക്കെ പോസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ പോകുന്നത് സൂറത്തിലേക്കാണ്. ഫിക്സായി? ഉറപ്പാണ്? ചേഞ്ച് ഒന്നുമില്ല? ഇല്ലില്ല, ഇന്നലെ വരെ അഹമ്മദാബാദ് പോയാലെന്നായിരുന്നു പ്ലാൻ. അതെ, ഞങ്ങൾ ഡെയിലി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇനി സ്ട്രെയിറ്റ് സൂറത്ത് എന്നിട്ട് വണ്ടി നിൽക്കുള്ളൂ. ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് ഉദയ്പൂർ, ഇവിടുത്തെ കളക്ടറേറ്റാ. ഓ, ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നേരെ, ബസ് സ്റ്റാൻഡൊക്കെ ലെഫ്റ്റ്. നമ്മൾ ഇവിടുന്ന് റൗണ്ട് തിരിഞ്ഞ് നേരെ പോവാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ മതിലിൻ്റെ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ് ഉദയ്പൂരിലെ. അപ്പോൾ നമ്മൾ ഔട്ടറിൽ വന്നെത്തി. നമുക്ക് കുറച്ച് ഇത്തിരി സവോളയും കുറച്ച് തക്കാളിയും മേടിച്ചിട്ട് പോവാം. തക്കാളി പൊള്ളിക്കാം. തക്കാളി പൊള്ളിച്ചാണേ? വേണേ കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടെ മേടിച്ചോ, വെറുതെ കഴിക്കാം. വേണമെങ്കിലേ കുറച്ച് ക്യാബേജ് മേടിച്ചാൽ ചില്ലി ഗോബി ഉണ്ടാക്കാം. എന്നാ മേടിച്ചുണ്ടാക്കിക്ക ചില്ലി ഗോബിയൊക്കെ. മാവൊക്കെ വേണ്ടേ? ശരി, സോറി. തക്കാളി പൊളിച്ചിട്ട് പോകാം. അതെ, കുറച്ച് പച്ചത്തക്കാളി എടുക്കാം, അധികം പഴുത്ത എടുക്കണ്ട. എങ്ങാനും പ്ലാൻ അറിയില്ല വഴിയിൽ. അതെ, പൊന്നൂന് പച്ചക്കറി നോക്കിയെടുക്കാന്നാണ് പൊന്നു സ്വയം പറയുന്നത്.
അതുകൊണ്ട് നോക്കിയെടുക്കാൻ അറിയുന്ന ആള് പച്ചക്കറി നോക്കിയെടുക്കുക. അതെ, ഇത് പോരെ? ആ ഈ ഇത് പച്ചക്കറിയൊക്കെ നല്ലതായിട്ട് ക്യാരറ്റിൻ്റെ ആവശ്യം നന്നായിട്ട് കഴുകി വെച്ചേക്കുക. ഇത് ഇല ഐറ്റംസിൻ്റെ ഒക്കെ മേളിൽ ചാക്ക് നനച്ചിട്ടേക്കുക. അത്യാവശ്യം ഫ്രഷ് ആയിട്ടാണ് ബാക്കിയുള്ള ഒക്കെ ഇരിക്കുന്നത്. കണ്ടോ, നല്ല നല്ല കത്തിക്ക. ഇത് പച്ചമുളക് ഇരിക്കുന്നു, പച്ചമുളക് കൂടെ മേടിച്ചോ. സ്പ്രിംഗ് ഒനിയൻ വേണോ? വേണ്ടല്ലോ. വേണ്ട. കാക്കിലോ? കാക്കിലോ, ആധാ കിലോ എന്നാണ്. അല്ല, അതാ പറഞ്ഞ പകുതിയല്ലേ. ബയ്യക്ക് ഇഷ്ടമുള്ളവരിട്ടോ. അതെ, അത്ര മതി. പുള്ളി ഇട്ട് കാണിച്ച അത്ര മതി. എന്തോ ഒരു സാധനം പോർന്ന് അങ്ങനെ എന്താ ഇവര് പറയുന്നത്. കഴിച്ചു വാങ്ങാം, എന്നിട്ട് വേണം മേടിക്കാം. ഇതല്ലേ കുഞ്ഞു സാധനം? മറ്റേ ആപ്പിള് പിയർ പോലത്തെ സാധനല്ലേ, അതാ അതിന്റെ ചെറുത്. വേണോ? കുറച്ച് മേടിക്കാം. ഇത് പഴുത്തോ പച്ച അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. അപ്പൊ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. പോട്ടെ. അതെ, വേറെ നോൺ വെജ് ഐറ്റംസ്, മുട്ട, ചിക്കൻ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മേടിക്കാം. ഞാൻ കട ഉണ്ടെന്ന് ചോദിച്ചു. ഇനി ഇൻ കേസ് ചിക്കൻ മേടിച്ചാലോ? ചിക്കൻ മേടിക്കാം. ഉച്ചക്കത്തേക്കും ഉച്ചക്കെന്ന് പറയാനൊന്നുമില്ല, 2:30. അതെ, വൈകിട്ടത്തേക്കാക്കാം. ഇനി നമുക്ക് മുർഗി കാ ദുക്കാൻ ദേഖ്തേ ദേഖ്തേ ജായേഗ. ചലേഗ. ചലേഗ. ചലേഗ എന്നായിരിക്കും കേട്ടോ. കിട്ടി കോഴി. അപ്പൊ പൊന്നു പോയി കോഴിക്കട കയറി ചിക്കനൊക്കെ മേടിച്ചിട്ടാ. ഓക്കെ. അതെ, എന്തേരം മേടിക്കണം? 1 കോഴി 1 കിലോ. നീ അതങ്ങനെ ഇതിലങ്ങ് മേടിച്ചോ? എന്തില്? ഒരെണ്ണത്തിനെ കാണുമ്പോ എന്തേരം ഉണ്ടെന്ന് തോന്നുന്നു. വറുത്ത് വെക്കാം, നാളെ കഴിക്കാലോ. 1 കിലോയ്ക്ക് 250 രൂപ. മുട്ട ഇരിപ്പുണ്ട്, പിന്നെ ചിക്കൻ കിട്ടുകൊണ്ട് നമ്മൾ മുട്ട മേടിക്കുന്നില്ല. കുക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം കിട്ടി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു ട്രക്ക് ലേബായി നോക്കി നിർത്തിക്കോ, അല്ലെങ്കിൽ തണലുള്ളിടത്ത് നിർത്തിയാലും മതി. ഒരു 30 ലിറ്റർ അടിച്ചിട്ട് വാ. അപ്പോൾ ഫുൾ സെറ്റായി. ഇനി നമ്മൾ നേരെ സൂററ്റ്. ഗാന്ധിനഗർ 227, അഹമ്മദാബാദ് 239 കിലോമീറ്റർ. ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്ററും കൂടെ നമ്മൾ രാജസ്ഥാൻ ഓടും. അത് കഴിയുമ്പം ഗുജറാത്തിക്കാർ. 100 കിലോമീറ്ററൊക്കെ ഇപ്പം അങ്ങോട്ട് തീരും. ഹൈവേ അല്ലേ, നല്ല വഴിയാണ്. അപ്പോൾ ചിത്തോർഗട്ടൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് പോവും, നമ്മൾ നേരെ പോവും. മേളിൽ കൂടെ ഒരു ഹൈവേ പോകുന്നുണ്ടല്ലേ. നല്ല സീനിക് സ്ഥലം. മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. രാജസ്ഥാനിൽ നിന്ന് ഇറങ്ങുമ്പോ ഇത്രയും സങ്കടം അല്ലേ, ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യും. നമ്മൾ കരുതില്ല. പ്രത്യേകിച്ച് ഉദയ്പൂര് ഭയങ്കര നല്ല രസമായിരുന്നു. നമ്മള് ഒന്നാം ദിവസം സൺസെറ്റ് അവിടെ പോയി ഇരിക്കുന്ന ആ ലേക്ക് പിച്ചോളയുടെ തീരത്തൊക്കെ പോയിരിക്കുന്ന ഭയങ്കര വൈബായിരുന്നു. ഈ ട്രെയിലറിലൊക്കെ മാർബിളാ കൊണ്ടുവന്നേ. ഡംപിങ് യാർഡിലോട്ടാണോ? പൊടിയാന്ന് തോന്നുന്നു. മാർബിൾ ഡംപിങ് അവിടെ ഉണ്ടോ സ്ഥലത്തുണ്ട്, ഇവിടെ മാത്രമല്ല. അതെ, ഈ സൈഡില് നല്ലൊരു ഇറക്കവും ആ സൈഡില് നല്ലൊരു കയറ്റമായിരുന്നു. ആ ഫ്രണ്ടിലെ വെള്ള പറക്കുന്ന തന്നെയാണെന്നറിയോ? മാർബിളിന്റെ പൊടി. അതാ മുന്നിലത്തെ ട്രെയിലറിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് പറക്കുന്നുണ്ട് മാർബിളിന്റെ പൊടി. അതെ, ഉച്ചക്ക് നമുക്ക് കടയിൽ നിന്ന് കഴിക്കാം, വല്ല ലസ്യോ എന്തേലും. വൈകുന്നേരം ഉച്ച കഴിഞ്ഞു. എന്നാലും നല്ല വെയിലാണ്. വെയിൽ ആറിയിട്ട് എവിടെയെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നിർത്തിയാൽ മതി. കരിഞ്ഞു പോകും ഈ വെയിലത്ത്. ചൂടുണ്ട് വെയിലിന്. ഇപ്പൊ രാത്രി പാത്തൊന്നും ഇല്ല. ഇപ്പൊ രാത്രി ഇന്നലെ രാത്രിത്തെ ടെമ്പറേച്ചർ 13-14 ഒക്കെ ആയിരുന്നു. ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ചൂടാവും. അതെ, ഉദയ്പൂർ അവര് പറഞ്ഞ 40 ഒക്കെ വരുന്നുള്ളെന്നാ പറഞ്ഞ. അപ്പൊ നല്ല ചൂടാ. അതെ, ചെന്നൈയിലതാ വരുന്നോ. അപ്പൊ ഈ ഒരു സമയം ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഒരു മെയിൻ നല്ല സമയം എന്ന് പറയുന്ന ഒരു ജാനുവരി ടൈമാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ടിഡി നല്ല സ്ഥലം വരില്ലേ. ഇതെല്ലാം ഗ്രാമങ്ങളാ. ഇങ്ങോട്ടാ നമ്മളിപ്പോ നല്ല ഔട്ടറിലെത്തി. എന്നെ കളറാ ബൊഗെയിൻവില്ലയ്ക്ക്. ഈ ഉദയ്പൂരിന്ന് സൂററ്റ് വന്ന വഴി നല്ല രസമുണ്ടല്ലേ. നല്ല രസമുണ്ട് ഏരിയ ആണ്. കുഞ്ഞു മലകളും ചെറിയ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഇറക്കം. ഓപ്പോസിറ്റ് സൈഡിൽ ലോറിയെല്ലാം പതുക്കെ കയറുന്നുണ്ട്. അവിടെ നല്ല കയറ്റം. പക്ഷെ ഞാനിങ്ങനെ ഇരുന്നിട്ടുള്ള ഈ വണ്ടി നമുക്ക് തോന്നുന്നില്ല, ഇറങ്ങാൻ പോലും തോന്നുന്നില്ല. കാറിലായണ്ട നല്ല ഭംഗിയല്ലേ. പാടങ്ങളൊക്കെ കണ്ടോ, അതിന് നടുക്ക് വീടും. മേളിലും ഉണ്ട് വീടുകൾ. മലയുടെ താഴെ കൂടുതൽ കൃഷിയൊക്കെ. അപ്പം ഞങ്ങൾ 2 ലസ്സി പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു സാൻഡ്വിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട്, വരണം. ഇവിടെ ഹൈവേ സൈഡിൽ തന്നെ കട കിട്ടി. വണ്ടിയൊക്കെ ഇത് ഏതൊഴി പോകുന്നുണ്ട്. ഞങ്ങളൊരു സാൻഡ്വിച്ച് കൂടെ പറഞ്ഞു.
അപ്പം നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം. ആ വണ്ടി ഉണ്ടോ ഇടിച്ചു കിടക്കുന്നുണ്ടോ? ഇവഴിക്ക് ഇഷ്ടംപോലെ ധാബയുണ്ട്, പക്ഷേ ട്രക്ക് ലേബായി കാണുന്നില്ലല്ലേ. സർവീസ് റോഡിൽ നല്ല വീതിയുണ്ട്. ഞാൻ അവിടെ എവിടെയും നിർത്തിയാലോ? നോക്കാം, അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ചുകൂടെ ഓടാം, വെയിലൊന്ന് താഴട്ടെ. കൃഷിയിടങ്ങളും ഉണ്ടോ? ഗോതമ്പാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നല്ല പച്ചപ്പും നല്ല ഭംഗിയല്ലേ കൃഷിയിടങ്ങളാണ്. ഇതൊരു വീടൊക്കെ കണ്ടോ? അവിടെ ചായക്കട ഇരുന്ന് കുറെ പേര് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ചായ കുടിച്ചാൽ മതിയായിരുന്നു. കഞ്ഞി വെക്കാൻ നിർത്തുമ്പോൾ ഒരു ചായ ആവാം. പൊന്ന് ചായ അടിക്റ്റാ. അങ്ങനെയൊന്നുമില്ല, പിന്നെ നമ്മൾ എന്തായാലും നിർത്തുമ്പോഴത്തേക്ക് ഒരു സൺസെറ്റ് ആകാറാവുമല്ലോ. അപ്പോൾ ഒരു ചായ കുടിച്ച് സൺസെറ്റ് കാണുന്നല്ലേ നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? എത്രേ? 40 ദിവസം കഴിഞ്ഞില്ലേ? 45. 45 ദിവസമായോ? 45 ഞാൻ മുമ്പ് ഇരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 45 ദിവസം, നമ്മള് തന്നെ ആയിട്ട് 19 ദിവസം. എത്ര ദിവസല്ലേ വീട്ടിൽ കാണാണ്ട്, വീടും കാണാണ്ട്. ഇനി പക്ഷെ ഇത്രയും ദിവസം സമയം പോയത് അറിഞ്ഞില്ല. അതെ, സമയം പോയതൊന്നുമില്ല, അത് ശരിയാ. ഇനിയിപ്പോഴാണേലും ഇനിയിപ്പോ അധികമൊന്നുമില്ല, നമ്മളിപ്പോ പെട്ടെന്ന് ഓടിച്ചല്ലോ നാട്ടിലോട്ട്. അതെ. ആ മലകൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ, നേരെ റോഡിൽ നിന്ന് പൊങ്ങി നിക്കുന്നല്ലേ. നല്ല 6 ലൈൻ ഹൈവേ. അഹമ്മദാബാദിനുള്ള വഴിയാന്ന് തോന്നുന്നല്ലേ? ആയിരിക്കും. അതെ, അതേം തോന്നുന്നു, കാരണം എല്ലായിടത്തും ബോർഡൊക്കെ ഉണ്ട്. സൂററ്റിന്റെ ബോർഡൊന്നും അധികം കണ്ടില്ല. പറഞ്ഞു കയറുന്നില്ല. ഇതേ സൂററ്റ് 437 കിലോമീറ്റർ, വഡോദര 291 കിലോമീറ്റർ. ഇത് നല്ല വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ. ധാബ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 2-3 ധാബ അടുപ്പിച്ച. അവിടെ നിർത്തണമായിരുന്നു നമുക്ക്. കുറച്ചുകൂടെ പോട്ടെ, എന്ത് നിർത്താം. രാജസ്ഥാന്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളൊരു ആനനെ മേടിച്ചു വണ്ടിയുടെ ഫ്രണ്ടിൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടോൾ. അയ്യോ എടിയാടി വൈഡറെ പോലീസുകാരൊന്ന് ഫോട്ടോ എടുത്ത് വിടുന്നുണ്ട്. ഭാഗ്യം, കറക്റ്റായിരുന്നു. ഞാൻ പെട്ടെന്നൊന്ന് മേടിച്ചു, പക്ഷെ കറക്റ്റായിരുന്നു. ഭാഗ്യമുണ്ട്. 80 താഴെയായിരുന്നു. പിള്ളേരൊക്കെ ഇത് സ്കൂള് കഴിഞ്ഞ് പോവാ. 5-6 ഹമ്പുകൾ അടുപ്പിച്ച് വെച്ചേക്കുന്ന ഈ ടൗണിന്റെ ഇവിടെ ഉള്ള ഹമ്പിന്റെ അതേ പിള്ളേർ ടാറ്റ വരുന്നു. ഇത് കല്ല് കൊണ്ടുവന്നു. മാർബിൾ അല്ലേ? മാർബിൾ. അതെ അതെ. കണ്ണാടി വെച്ചോണ്ടായിരിക്കും അല്ലേ കണ്ണ് കാണാത്തെ? ഇത് വെച്ചോണ്ടാ ഇത്തിരി നീലച്ചിരുന്നു. ഞാൻ ചോദിച്ചു കല്ലായിരിക്കും. അതെ അതെ. അഞ്ചു മണിയായി. എവിടെയെങ്കിലും ഇടയുള്ള നോക്കി ഒതുക്കിക്കോ. ബാക്കിൽ കുറെ ധാബ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയെങ്കിലും ഒതുക്കുവാണല്ലേ, വണ്ടിയെല്ലാം ഫുള്ളൊന്ന് അടുക്കാം. പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാം ഒന്ന് അടുക്കി വെക്കാം. പിന്നെ ചായ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്തൊക്കെ പണികൾ ചെയ്യാം. ഇരുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാം പാടായിരിക്കും. സാധനങ്ങളൊക്കെ കുറെ എടുത്ത് വെളിയിലൊക്കെ വെച്ച് വേണ്ട ചെയ്യാൻ. അങ്ങോട്ട് നോക്കട്ടെ, അടുത്ത ധാബയെ കാണുന്നിടത്ത് നിർത്താം. അതെ. ഇവിടെയൊക്കെ നല്ല വില്ലേജ് ഏരിയ അല്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെറിയ വയലും ഉണ്ട് അപ്പുറത്ത്. അതേ ആലൊക്കെ. നമുക്കെല്ലാം കൃഷി സ്ഥലത്ത് വെച്ച് കുക്ക് ചെയ്തല്ലോ. കൃഷി സ്ഥലത്ത് വെച്ച് കുക്കിംഗ് പാടാണ്. അതെല്ലാം കൃഷിയിടങ്ങളാ. ഈ സൈഡിലോട്ടേ കൃഷിയിടങ്ങളെല്ലാം കൂടുതലാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ട്, ഉദയപൂർ വന്നപ്പോ തൊട്ടുണ്ട്. അതെ, നമ്മളുണ്ട്. അല്ലടി അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നോ, ജയ്സാൽമീരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അതാ നിക്കുന്നൊക്കെ ഗോതമ്പ്. കടലയുണ്ട് ഇപ്പുറത്തേക്കുന്നേ. ഈ ധാബയില് നിർത്തണോ? നിർത്തണം. ഇടയുണ്ടല്ലോ ഇഷ്ടം പോലെ ഇടയുണ്ട്. വേണം നിർത്തിക്കോ. നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് എവിടെയെല്ലാം നിർത്താൻ. എന്നാന്നറിയോ, ഇവിടെ ഭയങ്കര പൊടിയാ. ഒന്ന് വണ്ടി വരുന്ന പൊടിയുണ്ട്, അല്ലാണ്ട് കാറ്റ് വീശുന്നുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് പൊടി അടിച്ച് വണ്ടിക്കകത്തോട്ട് കയറും. ഇവിടെ ഇട്ടാലോ? ഇവിടെ നോക്കാം. ഇവിടെ അത്രയും പൊടിയില്ല. ഇവിടെ എവിടെ ഇടും? എവിടെയൊക്കെ ഇട്ടോ. ഇത്ര ഇടയിൽ കിടക്കുന്നത്. ഈ ലോറിയുടെ ഇപ്പുറത്തോട്ടിട്ടാണ്. വണ്ടിയിലെ പൊടിയുണ്ടോ? ഇവിടെയും പൊടിയാട്ടോ. ഇത് ഇപ്പം അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയതിൻ്റെ പൊടിയത്. അപ്പം ഇത് മൊത്തം അടുക്കാനുള്ള സാധനങ്ങളാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പം ചിക്കൻ വേണം നമുക്ക് കഴുകി പരട്ടി വെക്കാം. അത് കഴിയുമ്പോൾ ഇത് അടുക്കാം.
അപ്പം അപ്പത്തേക്ക് അതിലെന്തെങ്കിലും പിടിച്ചോളും. അതെ, ഇതെല്ലാം ഫ്രണ്ടോട്ട് ഇപ്പം ഷിഫ്റ്റ് ചെയ്യുക. ചിക്കൻ കഴുകാൻ ഫ്രണ്ടിലോട്ട് ഇപ്പം മാറ്റണ്ട, അല്ല പാത്രം തപ്പി പിടിക്കണം അല്ലേ? ഓക്കെ. നല്ല കാറ്റുണ്ട്, കാറ്റ്, പൊടി, മണ്ണ് ഭയങ്കര പൗഡർ പോലത്തെ മിക്കവാറും ഒന്ന് കുക്ക് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പൊടി കുളിക്കും. കുളിച്ചൊക്കെ ഇറങ്ങിയതായിരുന്നു, ഇനി ഒന്നുകൂടെ കുളിക്കേണ്ടി വരുന്ന തോന്നുന്നു. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ. അധികം പച്ചക്കറിയൊന്നുമില്ല, ജസ്റ്റ് 2-3 തക്കാളിയും കുറച്ച് പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സവോള, അത്രേ ഉള്ളൂ. സവോള എന്തിനാ നമ്മൾ മേടിച്ചേ? അതെനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് എല്ലാത്തിനും സവോള വേണം. സവോള എടുക്കാം, തക്കാളി പൊള്ളിക്കാം. എന്നാൽ പിന്നെ അരി കഴുകിയിടാം ആദ്യം. ആദ്യം ഇതെല്ലാം നേരത്തെ ഷിഫ്റ്റ് ചെയ്താൽ അത്രയും നല്ല സ്പേഷ്യസ് ആയേനെ ഇവിടെ. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അരി കഴുകാം, നീ അപ്പോഴത്തേക്ക് കുറച്ച് സാധനം എടുത്ത് മാറ്റേ, എന്നിട്ട് ഞാൻ അത് കഴുകിക്കൊണ്ട് വരാം. അപ്പം നമുക്ക് 1.5 കപ്പ് പോരെ അരി? സൂര്യനൊക്കെ ഇപ്പോൾ അവിടെ പതുക്കെ താന്നു തുടങ്ങി. ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻസ് പിന്നെയും മാറ്റി. ആദ്യം തുണി എടുക്കിയിട്ട് തന്നെ കുക്ക് ചെയ്യാമെന്ന് വെച്ചു. ഇല്ലേ ഇവിടെ വെച്ചാൽ കുക്ക് ചെയ്യേണ്ടത്, അപ്പോൾ പിന്നെ തുണി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. അവിടെ 2-3 റെസ്റ്റോറൻറ്റും ഒരു ധാബയൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിക്കാർ കൊണ്ടുവന്ന് നിർത്തി കിടക്കുന്ന. സൂര്യൻ അതേ അസ്തമിച്ചു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തുണിയും സാധനങ്ങളും എല്ലാം അപ്പുറത്തേക്ക് മാറ്റിയിട്ടു. അടിക്കില്ല, മാറ്റിയിട്ടതേ ഉള്ളൂ, ഫ്രണ്ടിലോട്ട് ഇട്ടേ ഉള്ളൂ. ഇനി അടുപ്പ കയറ്റിയിട്ടേ എടുക്കുന്നുള്ളൂ. സൂര്യൻ എന്താ മലയുടെ അപ്പുറം മറിഞ്ഞിട്ട് മഞ്ഞ കളർ ആകാശത്തിന്. സൂര്യൻ അസ്തമിച്ചൊന്നുമില്ല, മലയ്ക്ക് ഇത്തിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ടാണ് അപ്പുറത്തോട്ട് പോയി. ഡോർ അടച്ചോ, ആ വണ്ടി പോവാ. ഹൈവേ കൂടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കാത്തിരുന്ന നിമിഷം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് കഞ്ഞി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അരിയൊക്കെ കഴുകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ അടുപ്പയിൽ കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഷെഫ് ഗോപിക കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ എടുത്തു. അതെ അതെ, രാവിലെ കുറച്ച് തൈര് മേടിച്ച പഴയങ്കഞ്ഞി കുടിക്കാം. കാന്താരിമുളകുണ്ട്, കാന്താരിമുളകല്ല നോർമൽ മുളക്, മുളകുണ്ട്, സവോളയുണ്ട്. ഓക്കെ, ഉള്ളിയായിരുന്നു വേണ്ടത്, സവോള എങ്കിൽ സവോള കിട്ടുന്ന വെച്ച് അഡ്ജസ്റ്റ്. അപ്പോൾ അതെ, അരിയൊക്കെ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ചിക്കനൊക്കെ 1 കിലോ ചിക്കൻ അറിഞ്ഞ്. അപ്പോൾ അതെ, ആദ്യം ചിക്കൻ കഴുകിയെടുക്കാം. കുക്കറിൻ്റെ ആദ്യത്തെ വിസിൽ വന്നു. അപ്പോൾ അതെ, ചിക്കനൊക്കെ കഴുകിയെടുത്തു. ഇനി നമുക്കിതിനകത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ഇട്ടു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് സവോള ഇടും അരിഞ്ഞിട്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടാറുണ്ട്. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാനിങ്ങനെ ഇടാറുണ്ട് ഇടയ്ക്ക്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും ഉപ്പുമൊക്കെ നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ച് കുറച്ചുകൂടെ ഒക്കെ ഇട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ കുറച്ചുകൂടെ മുളക് പൊടി വേണമെന്ന് തോന്നുന്നു. എനിക്ക് സവാള ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഇടുന്നതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ പൊടിയെല്ലാം ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴേ വണ്ടികൾ വരുന്നുണ്ട് പൊടി. അപ്പോൾ ചിക്കൻ എന്നാൽ ഇത് ഇരുന്ന് പിടിക്കട്ടെ. നമുക്കപ്പോഴത്തേക്കും തുണിയെല്ലാം എടുത്ത് മടക്കി ഒതുക്കി വെക്കാം. കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയായി. അപ്പോൾ സൂര്യനൊക്കെ മൊത്തത്തിൽ അസ്തമിച്ചു. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ആയി. ഇപ്പം അതേ മേളിൽ ചന്ദ്രനൊക്കെ വന്നു. നല്ല ചന്ദ്രൻ, നല്ല ഷേപ്പുള്ള ചന്ദ്രൻ. നമ്മുടെ മാത്രമേ ഇവിടെ കാറ് കിടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ലോറികളാണ്. ആകാശത്തിൻ്റെ ആ ഒരു കളറ് പോയേക്കുന്ന ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പം അപ്പുറത്ത് അവിടെ ഒരു ടയർ കട കണ്ടില്ലേ, അത് മലയാളിയുടെയാണ്. കാച്ചേട്ടനും നമ്മൾ സംസാരിച്ചു. കൊട്ടാരക്കരക്കാരൻ ബിജു ചേട്ടൻ. അപ്പം കുറച്ച് ഞാൻ അടുക്കി. ഇനിയിപ്പോൾ കുറച്ച് തുണി എടുത്ത് വെക്കാനുള്ളൂ, അത് പുറകെ വെക്കാനുള്ളതാണ്. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അതങ്ങ് എടുത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ചിക്കൻ വറക്കാം. അതെ, ഡയറക്റ്റ് ചിക്കൻ വറക്കാൻ പറ്റില്ല. എന്താ, കുറച്ച് വെളുത്തുള്ളിയൊക്കെ മേടിച്ച് വെക്കുന്നില്ലേ? കുറച്ച് വെളുത്തുള്ളിയും മുളകും ഒക്കെ സൈഡിൽ കീറിയിടൂ. അതെ, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പൊളിക്കണമെന്ന്. അതെ, വെളുത്തുള്ളിയൊക്കെ പൊളിക്കുക. നെയിലാട്ടൊക്കെ ചെയ്ത ഡിസൈനൊക്കെ പോയോ? പോയി, ചെറുതായിട്ട് വൈകുന്നുണ്ട്. ഇതുണ്ട്, പക്ഷേ ഇത് കുറച്ച് പോയി.
എൻ്റെ ഇത് അതേപോലെ ഉണ്ട്. ചെറിയ ഡിസൈൻ ആയതുകൊണ്ടാ. അതെ. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചീത്ത സ്മെല്ലാ. എന്നാത്തിൻ്റെ ആണെന്നറിയത്തില്ല. ഇനിയിപ്പം അപ്പുറത്ത് എന്തെങ്കിലും വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഏരിയ ആണോ എന്നൊരു ഐഡിയ ഇല്ല. ഭയങ്കര സ്മെല്ലാണ്. കൊണ്ടോ നിർത്തിയപ്പോൾ ഒന്നും മണമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഒരു പക്ഷെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, നല്ല ടോയ്ലറ്റാ. ടോയ്ലറ്റൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ദാബ കിടക്കുന്നവർക്കൊക്കെ ആയിട്ട്. പക്ഷെ അതൊക്കെ നല്ല ക്ലീൻ ടോയ്ലറ്റാണ്. ഞങ്ങളുടെ എണ്ണ ഉറഞ്ഞിരിക്കുക, പൊന്നു ഞെക്കി ഞെക്കി വീട്ടിക്കൊണ്ടിരിക്കുക. സക്സസ്. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ ഇപ്പോൾ ഒരു 20 താഴെ ഉള്ളൂ. പക്ഷെ വലിയ തണുപ്പ് കുറവുണ്ട് ഇവിടെ അല്ലേ? ഇവിടെ നല്ല തണുപ്പ് കുറവുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം ഒന്നും എടുക്കാത്തോണ്ടേ. അപ്പം ചിക്കനൊക്കെ റെഡി ആയി. അപ്പം ഞങ്ങളോട് ഭയ്യ വന്നിട്ട് ചോദിച്ചു വണ്ടി വേണേ കുറച്ച് മുന്നോട്ട് ഇരുത്തിട്ടോടാൻ പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നായിരിക്കും. അതെ, പിന്നെ 2 പെമ്പിള്ളേർ തന്നെ കണ്ടപ്പോഴേ അത് തന്നെ, അതുകൊണ്ടാണ് ഞാൻ സേഫ്റ്റിക്ക് കുറച്ചുകൂടെ കയറ്റിയിട്ടോളെ. ഞങ്ങൾ പറഞ്ഞില്ല ഫുഡ് ഉണ്ടാക്കുക, അതൊന്നും കുഴപ്പമില്ല, അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് എണ്ണയൊക്കെ വെട്ടി തിളച്ചു. എന്താ പറഞ്ഞു, ഞാൻ നിന്നോട് ഫസ്റ്റ് പീസ് ഞാൻ നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ സമ്മതിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി തരും ചാച്ചയ്ക്ക്. ഞാൻ ഉണ്ടാക്കി തരുന്ന കഴിച്ചാൽ മതി. ഓക്കെ. കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല, വണ്ടിക്കകത്തിന് വരെ വെളിയിലോട്ടാ പോകും. നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കനൊക്കെ ഇപ്പോൾ തിരിച്ചിടുക, മുരിഞ്ഞൊരു സൈഡ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് എടുക്കേണ്ടത്. മുളകും ഇതും വെളുത്തുള്ളി ഗാർലിക്കും. എന്താ ചിക്കൻ്റെ ഒക്കെ കളറ്. അതെ, 2-3 മുളക് കീറി ഇട്ടോ. അതെ, ഇത് എവിടെ കയറ്റാനാ മുളകൊക്കെ? വീട്ടിലത്തെ വലിയ പാന. ഞാൻ സൈഡിലെവിടെയും ഇട്ടോ, ഇത്തിരി എണ്ണ ചേരുന്നാൽ ഈ സൈഡിലോട്ട് ഇട്ടോ. വെളുത്തുള്ളി വെതറി എവിടെയെങ്കിലും ഇട്ടാൽ മതി. ഈ മുളക് വാടട്ടെ നന്നായിട്ട്. അതൊക്കെ വാടിക്കോളും. ഇപ്പോൾ നല്ലൊരു രസമുണ്ട്, കണ്ണിനൊരു കുളിർമയായിട്ടുണ്ട്. നമ്മളിവിടെ കൊണ്ട് നിർത്തിയിട്ട് 3 മണിക്കൂറായി. 5:30 ആയപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയതാ. 5:30 കഴിഞ്ഞേ. സമയം ഇപ്പം 7:45 കഴിഞ്ഞു. അമ്മയായിരുന്നെങ്കിൽ ഇപ്പം 2-3 കറിയും വെച്ചിട്ട് പോയനെ. ചിക്കൻ ഫ്രൈ റെഡി. ഇപ്പം ബാക്കി നമുക്ക് വറക്കാൻ ഇട്ടിട്ട് കഴിക്കാം. ഇല്ല, ഇത് തണുത്തു പോകും. ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കഞ്ഞി കഴിക്കാം. അതാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് തക്കാളി പൊള്ളിക്കാൻ. അത് ടേസ്റ്റ്. ഇവിടെ രാത്രി കിടക്കാനുള്ള വണ്ടികളൊക്കെ വന്നു. 8:30 ആയതേ ഉള്ളൂ. ചിലപ്പോൾ ഫുഡ് വെക്കാനൊക്കെ ആയിട്ടായിരിക്കും. നമ്മുടെ സ്റ്റൗവിന് കുറച്ച് പവർ കുറവാണ്, അതുകൊണ്ട് ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. എനിക്ക് തീരാറായെന്ന് തോന്നുന്നു, അതായിരിക്കും. കുറ്റിയും തീരാറായി. 2-3 കുറ്റി ഉണ്ടായിരുന്നത്, അതിപ്പോൾ തീരാറായി. അപ്പം ഞങ്ങളോട് വണ്ടി കുറച്ച് നീക്കിയിടാൻ പറഞ്ഞു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വണ്ടി നീക്കിയിടാം. അതെ, സാധനം എടുത്തോ? എടുത്തു. ഇതൊരു ബോക്സിലിട്ട് വെക്കട്ടെ. അപ്പം നമുക്കിനി പെട്ടെന്ന് തന്നെ തക്കാളി പൊള്ളിക്കാം. അതെ, ഇതൊക്കെ ഇട്ടിട്ടാകുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ട്. 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. നേരെ വണ്ടി ഒന്നും വന്നില്ല, അതുകൊണ്ട് പതുക്കെ മാറ്റിയാൽ മതി വണ്ടി വരുമ്പോഴത്തേക്ക്. അപ്പോൾ ആ എണ്ണയിലോട്ട് നമ്മൾ ഒരു മുളകും കുറച്ച് വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ തക്കാളി ചുമ്മാ വെച്ചു. അതെ, വേഗം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. അത് പതുക്കെ ഇപ്പം അങ്ങ് അലുത്തോളും. അപ്പം തക്കാളിക്ക് അത്യാവശ്യം ഒന്ന് വഴന്നു വന്നു. ഇപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും പിന്നെ എന്നിട്ട് കൊടുത്തേ വെളുത്തുള്ളി പേസ്റ്റും കൊടുത്തു, കുറച്ച് ഉപ്പും കൊടുത്തു, പിന്നെ ഇത്തിരി മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് നേരത്തെ ആ വറുത്ത് വെച്ച കുറച്ച് വെളുത്തുള്ളി ആ മുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് വന്നാൽ മതി അല്ലേ? ഇതിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ച് സവോള ഇട്ടായിരുന്നു, അത് വിട്ടുപോയി. അത് കാണാനുള്ളതൊന്നും ഇല്ല. അതെ, ഇത്തിരി കുറച്ച് അരിഞ്ഞു വെച്ചത് ഞാൻ ഇട്ടതാ. വണ്ടി പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ വണ്ടി നീക്കി ഇട്ടു. അപ്പോൾ ചോറും കറികളും എല്ലാം റെഡിയായി. പിന്നെ ഇപ്പോൾ കഴിച്ചേക്കാം നമുക്ക്. അപ്പോൾ ചോറും തക്കാളി പൊള്ളിച്ചതും ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. പെട്ടെന്ന് കഴിച്ചു, എൻ്റെ നമുക്ക് പോയേക്കാം. അതെ, വേഗം കഴിച്ചില്ലെങ്കിൽ ഇനി അടുത്ത വണ്ടി വരും, പൊടിയാവും. നമുക്ക് ഫുഡ് അകത്ത് കയറി ഇരുന്ന് കഴിക്കാം. വണ്ടി ഇനിയും വരുന്നുണ്ട്, അപ്പം പൊടിയായിരിക്കും ഇവിടെ ഇരുന്ന് കഴിച്ചാൽ. ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു, പാത്രം എല്ലാം കഴുകി. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം. റിക്കോ ലെഫ്റ്റ്, നമുക്ക് നേരെ പോവാം. സമയം ഇപ്പം ഒരു നേരമായി നമ്മൾ പോന്നപ്പോഴത്തേക്ക്. അതെ,
10 മണിയാവാറായി, 9:50 ഗ്യാസ് ഇടയ്ക്ക് ചെറുതായിട്ടും തീർന്നു പോയതുകൊണ്ട് കുറച്ച് പണി കിട്ടിപ്പോയി. 5:30 5:45 നമ്മൾ വണ്ടി ഒതുക്കിയതാ. അതെ, 6 മണിന്ന് കൂട്ടാം, ഒരു 4 മണിക്കൂർ ഇവിടെ പോയി. അതെ, അപ്പഴേ എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി സെറ്റ് ആക്കി, അതൊരു കാര്യമുണ്ട്. പുറയില് മൊത്തം ക്ലീൻ ചെയ്തു. പിന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കി, അതിനിടയ്ക്ക് ഗ്യാസ് തീർന്നുപോയി. പിന്നെ ഞങ്ങള് കുറ്റി മാറ്റി വെച്ചു. അങ്ങനെ എല്ലാം കൂടെ കുറെ നേരം എടുത്തു. പിന്നെ പതുക്കെ റെഡിയായി ഇറങ്ങി, കുഴപ്പമില്ല. വെളിയിലിപ്പോ നല്ല തണുപ്പായതുപോലെ ഉണ്ട്. ടെമ്പറേച്ചർ പക്ഷെ 16 ഉള്ളൂ. ജാക്കറ്റ് ഒന്നും എടുത്ത് ഞാൻ ബാഗിന്റെ അകത്ത് വെച്ചിട്ടില്ല, വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ടാ മതി. ഡ്രൈവ് ഓൺലി ഇൻ സെക്കൻഡ് ഗിയർ. ഇവിടെ ഇറക്കമൊന്നുമില്ല. പിന്നെന്താണോ സാവധാൻ. പശുവിന്റെ ഒക്കെ ഫോട്ടോ അടിച്ചിട്ടുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും സെക്കൻഡ് ഗിയറിൽ പോരാൻ. അതുകൊണ്ടൊന്നുമല്ല, ഇറക്കമുള്ള സാവധാൻ പതുക്കെ. അത് പശുവിന്റെ പശു ചാടുന്നതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറിയൊരു ഘാട്ട് കയറാൻ പോകാൻ തോന്നുന്നു. നല്ല വളവും തിരിവും ചെറിയ കയറ്റമായി. ഇവിടെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നു. ഇത് ചെറിയൊരു ഇറക്കമാണ്, അത്യാവശ്യം നല്ലൊരു ഇറക്കമാണ്. ലോറിയൊക്കെ വരുമ്പോൾ അതിൻ്റെ അവിടെ ബോർഡ് എഴുതി വെച്ചിരുന്നത് ഗോ സ്ലോ. ആ കാട്ടിലൊക്കെ ലെഫ്റ്റിലുണ്ടല്ലോ, അവിടെ ഓരോ വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്സിഡന്റ് ആയതാന്ന് തോന്നുന്നേ. ഡ്രൈവ് ഓൺലി ഇൻ സെക്കൻഡ് ഗിയർ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇവിടെ അത്യാവശ്യം നല്ല ഇറക്കവും നല്ല വളവുമാണ്. ഇതുണ്ട്, ഇതൊക്കെ ഇവിടെ ആക്സിഡന്റ് ആയ വണ്ടികളാന്ന് തോന്നുന്നല്ലേ. പപ്പടം പോയിരിക്കും. ഇതേ നല്ലൊരു ഇറക്കമാണ്. കുറച്ചുണ്ടല്ലോ അല്ലേ? കുറച്ചുണ്ട്, അത്യാവശ്യം നല്ല ഇറക്കമാണ്, നല്ല വളവും ഉണ്ട്. ഇപ്പൊ ഒരു 4-5 കിലോമീറ്റർ ആയി. ഇനി കയറ്റമാണെന്ന് തോന്നുന്നത്. ഇവിടെ വണ്ടിയെല്ലാം വന്ന് ബ്ലോക്കായി നിൽക്കുന്നു. കയറ്റമാണോ ഇറക്കമാണോ? അവിടെ എല്ലാം ബ്ലോക്കാ കേട്ടോ, ഫ്രണ്ട് ഫുള്ളും ബ്ലോക്കാ. ഇവിടെ 1/2 മണിക്കൂർ ബ്ലോക്കാ കാണിക്കുന്നത്. ഫുള്ള് റെഡി കിടക്കുക. ഒരു കൗതുകത്തിന് നോക്കിയതാ. അതെ, ഒരു കൗതുകത്തിന് എന്താ ബ്ലോക്ക് എന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഇങ്ങനെ എല്ലാ ഗൂഗിൾ റിപ്പോർട്ട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ പുതിയ 1/2 മണിക്കൂർ ബ്ലോക്ക്. ചെറുതായിട്ട് നീങ്ങുന്നുണ്ട്, എപ്പോ എത്തുവോ ആവോ ഒരു ഐഡിയ ഇല്ല. കുറെ വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്, കുറെ വണ്ടി ഇവിടുന്ന് റൈറ്റ് ലൈനിലോട്ടും പിടിച്ചിട്ടുണ്ട്. ഒരു ഓർഡർ ഇല്ലാണ്ടല്ലേ വണ്ടിയൊക്കെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ വണ്ടിയൊക്കെ ഇപ്പം അങ്ങോട്ട് പിടിച്ചു, കുറച്ച് വണ്ടി ഇങ്ങോട്ട് പിടിച്ചു. ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഈ ലൈൻ തന്നെ നിന്ന് നോക്കാം. എനിക്ക് ഈ ബസ്സുകാരനിൽ വിശ്വാസമുണ്ട്. പുള്ളി നമ്മൾ എന്തായാലും ഫ്രണ്ട് കൂട്ടിയിട്ട്. കുറച്ച് വണ്ടി ഇതേ താഴെക്കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. നേരത്തെ അറിയാൻ നമുക്കും താഴെക്കൂടെ ഇറങ്ങിപ്പോയിരുന്നു. നേരത്തെ അറിഞ്ഞില്ല, പെട്ടുപോയി. അതെ, താഴെക്കൂടെ പോകുന്ന വണ്ടി അല്ലാതെ ഇതുവഴിയാ വരുന്നത്. അതല്ലാതെ ഇവിടെ വന്ന് സ്റ്റക്കായി. ചുറ്റിനും ലോറി. അതെ, ലെഫ്റ്റ് സൈഡിൽ നല്ല മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുക. അപ്പുറത്തുനിന്ന് കയറി വന്ന വണ്ടികൾ ഈ വണ്ടികളെല്ലാം അത് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുന്നു. എടി, ഇത് വൈറ്റ് ലൈൻ ആയല്ലോ ഇങ്ങോട്ടൊക്കെ. ഈ ലൈനും ഇതിന്റെ അപ്പുറത്തെ ലൈനിൽ വണ്ടി നിൽപ്പുണ്ട്. 1 2 3 4. അതെ, ഇത് വേറെ നല്ല സംഭവം. രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറായി. ഇപ്പഴാ വാർത്തല്ലോ നമ്മള്. അതെ, ഇത് ഗുജറാത്ത് പോലീസിന്റെ ഇവിടെ പോസ്റ്റാ. അപ്പുറത്ത് രാജസ്ഥാൻ്റെ ആയിരുന്നു. രാജസ്ഥാൻ്റെ കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഗുജറാത്തിൽ കയറി. ഇത്ര പെട്ടെന്ന് കയറി അല്ലേ? പെട്ടെന്ന് കയറി. നമ്മൾ അവിടെ നിന്ന് ഓടി വന്നായിരുന്നു. ബോർഡർ ആവാറായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ല. അതാ കുറെ നേരം അവിടെ നിർത്തിയില്ലേ. വണ്ടിയൊക്കെ തുറന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പോലീസുകാരൊക്കെ അവിടെ തീയും കഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഗുജറാത്ത് ഡ്രൈ സ്റ്റേറ്റ് അല്ലേ, അതിന്റെ ചെക്കിങ് ആയിരിക്കും അതാന്ന് തോന്നുന്നു. പിന്നെ ചെക്ക് പോസ്റ്റിൽ നോർമലി ചെക്ക് ചെയ്യും. അതെ, ആദ്യം മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചെക്ക് പോസ്റ്റിലോട്ട് നോക്കിയപ്പോൾ അധികം ദൂരമില്ലായിരുന്നല്ലോ, 130 കിലോമീറ്ററല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ചു. ഇത് പിന്നെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് നോക്കിയത്. അപ്പം നമ്മളങ്ങനെ 1/2 മണിക്കൂറത്തെ ബ്ലോക്കിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതേ ഏതാണ്ട് വണ്ടിയിൽ നിന്ന് ഏതാണ്ട് കട്ട താഴെപ്പോയാൽ എല്ലാം കണ്ട് നടുക്കല്ലേ മറ്റേ. അഹമ്മദാബാദ് 122 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ കാറിന് സ്പീഡ് ലിമിറ്റ് 100. ഇവിടെ തൊട്ട് അങ്ങോട്ട് പണിയാന്ന് തോന്നുന്നു, ഇടയ്ക്കെല്ലാം വഴിപണി. എന്നാലും എൻ്റെ 6 ലൈൻ ഹൈവേ തീർന്നു തോന്നുന്നു. രാത്രി ഹൈവേ കൂടുതലും ലോറികളേ ഉള്ളൂ. അത് അപ്പുറത്തൂടെ ലോറിക്ക് അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. RTO കണ്ടുണ്ട്. കാറിന് ഇതുവഴി പോവാം. അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗുജറാത്തിലെ ആദ്യത്തെ ടോൾ. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുള്ളൂ, ഒറ്റ ലൈനുള്ളതുകൊണ്ട്.
ഗുജറാത്തിലേക്ക് കയറി പിന്നീട് മൊത്തം ബാരിക്കേഡ്. തമിഴ്നാടുണ്ടാവും എല്ലായിടത്തും. അറിയില്ല, തമിഴ്നാട്ടിൽ കയറിയൊരു പ്രതീതി. സമയം ഇപ്പം 11:30 ആയി. കിടക്കണ്ടേ? കിടക്കണം. ഇവിടെ അപ്പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതാ, ഏതെങ്കിലും പമ്പിൽ ഒതുക്കാം. ഏതെങ്കിലും പമ്പിലോ ധാബയിലോ എവിടെയൊക്കെ ഒതുക്കിക്കോ. ഇങ്ങോട്ട് ഇപ്പൊ ധാബകളും കുറവാൻ തോന്നുന്നു. ഇങ്ങോട്ട് ധാബ കുറവായിരുന്നു. അതൊക്കെ രാജസ്ഥാനില്. പക്ഷെ ഇവിടെ കയറിയപ്പോ നല്ല വലിയ ധാബകളുണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല ഒന്നും. അപ്പൊ സമയം ഇപ്പൊ 12 മണി, തണുക്കുന്നു. അപ്പൊ ഞങ്ങളിവിടെ കൊണ്ടുവന്നൊരു പമ്പിന്റെ സൈഡിൽ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി പമ്പില്. വാഷ്റൂമൊന്നും വലിയ മനയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 12 ഉള്ളൂ, കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ ഇറക്കണം എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി സൂറത്തിലേക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.